കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആവശ്യങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ നമുക്ക് പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകാം. ഉദാഹരണമായി നമുക്ക് ഒരു ജന്മദിനത്തിൻ്റെ കാര്യം പരിഗണിക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ തങ്ങൾക്കുള്ള ഏക മകൻ്റെ ജന്മദിനം വരുമ്പോൾ ഈ പ്രലോഭനം ഉണ്ടാകാം. ഭാര്യ ജന്മദിനം ആഘോഷിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇത് സംഭവിക്കാം. ജന്മദിന ആഘോഷത്തിനും പുതിയ വസ്ത്രം വാങ്ങുന്നതിനും ജന്മദിന സമ്മാനം വാങ്ങുന്നതിനുമെല്ലാം പണം ആവശ്യമായി വരുന്നു. അതിനാൽ കടം വാങ്ങുന്നതിനുള്ള സമ്മർദ്ദവും പ്രലോഭനവും അപ്പോൾ ഭർത്താവിൻ്റെ മേൽ വരും. ഇപ്പോൾ ആ സഹോദരൻ ദൈവഹിതത്തിൻ്റെ പരിധി വിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമ്മർദ്ദത്തിന് വഴങ്ങുവാൻ പ്രലോഭനമുണ്ടാകുന്നു. ഇങ്ങനെയാണ് അനേകർ ബാബിലോണിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത്. ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ചരിത്രം ദൈവവചനത്തിൽ നാം കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാബിലോണിയൻ സഭാവ്യവസ്ഥയിൽ നിന്ന് നമുക്ക് വേർപെടാം. ജയിക്കുന്ന മഹത്വമുള്ള ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ വിശ്വസിച്ച് ആവശ്യത്തിൻ്റെ തത്വം നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കുന്ന സ്ഥാനത്തേക്ക് നമുക്ക് വരാം. യഥാർത്ഥ മണവാട്ടിയായ സഭയെ നിയന്ത്രിക്കുന്ന തത്വം അതാണ്. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവം നൽകും. എന്നാൽ ദൈവം നൽകുന്നില്ലെങ്കിൽ തന്നെയും ആ തത്വത്തിൽ നിന്ന് നാം വ്യതിചലിക്കരുത്. ഇന്ന് അത് സംഭവിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം ബാബിലോണിയൻ സഭാ സംവിധാനത്തിൽ നിന്ന് അകലെയായിരിക്കാം. എങ്കിലും നമുക്ക് ഇപ്പോഴും അതേ ആത്മാവിനാൽ ഭരിക്കപ്പെടാൻ കഴിയും. പ്രിയരെ, ഒരു ഹിതപരിശോധന അനിവാര്യമാണ്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകും. എന്നാൽ നാം നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നടക്കുമ്പോൾ അത് നഷ്ടമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിവാഹശേഷം ഒരു കുടുംബം സ്ഥാപിക്കാൻ തുടങ്ങുമ്പോൾ പലരും വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയ ദാമ്പത്യ ജീവിതത്തിൽ പല അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും. എങ്ങനെ ജീവിതവും കാര്യങ്ങളും മുമ്പോട്ട് പോകുമെന്ന ആശങ്ക ഉണ്ടാകാം. എന്നാലും പ്രഥമമായി പഠിക്കേണ്ട പാഠം മറ്റുള്ളവരോട് ഒരിക്കലും തങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യരുത് എന്നതാണ്. ആവശ്യത്തിൻ്റെ തത്വമനുസരിച്ച് ജീവിക്കുവാൻ പഠിക്കേണ്ടത് അനിവാര്യമാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇക്കാര്യത്തിൽ എനിക്ക് നിരവധി ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. എബ്രായർ 10:38 ഈ കാര്യം നമ്മളെ ദൈവവചനം ഉത്ബോധിപ്പിക്കുന്നു. പൂർണ്ണ സമയ ശുശ്രൂഷയിലുള്ളവർ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല കർത്താവിൻ്റെ വചനം പറയുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, ഈ തത്വമനുസരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മുടെ ദാതാവാണ്. താൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും. ഈ ദിവസങ്ങളിൽ നമുക്ക് ബാബിലോണിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുവാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ ഈ ദിവസങ്ങളിൽ ബാബിലോണിൻ്റെ തത്വങ്ങളെ നമ്മിൽ നിന്ന് അകറ്റാം. ബാബിലോൺ സുഖലോലുപയായി ആഡംബരത്തോടെ ജീവിക്കുന്നു. ഇന്ന് സഭാലോകത്ത് ആ തത്വത്തോടെ ജീവിക്കുന്ന നിരവധി ആളുകളെ നാം കാണുന്നു. അനേകം സഭകൾ ആ തത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അവർ പരസ്പരം മത്സരിക്കുന്നു. എല്ലായിടത്തും അതിൻ്റെ പ്രദർശനം കാണുവാൻ സാധിക്കും. പ്രിയരെ, ക്രിസ്തുവിനോട് അനുരൂപപ്പെടാത്ത എല്ലാറ്റിൽ നിന്നും നമുക്ക് ശുദ്ധീകരിക്കപ്പെടാം. ബാബിലോണിൽ നിന്നും ശാരീരികമായി വേർപെട്ട ശേഷവും ആ ആത്മാവ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കാം. നാം അതിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിൽ ഇതിൻ്റെ ഒരു നിഴൽ നമുക്ക് കാണാം. ദൈവം അവരെ വിടുവിച്ചപ്പോൾ അവർ മിസ്രൈമിൽ നിന്ന്
പെട്ടെന്ന് വെളിയിൽ വന്നു. എന്നാലും മിസ്രയീം അവരിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ 40 നീണ്ട വർഷങ്ങൾ വേണ്ടി വന്നു. അത് ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവർ ഒരു ദിവസം കൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു. മറുവശത്ത് മിസ്രൈമിൽ നിന്ന് വെളിയിൽ വന്ന അനേക വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ ഓർമ്മയിൽ നിന്ന് അവർക്ക് വിമുക്തമാകുവാൻ കഴിഞ്ഞില്ല. അവർ മിസ്രൈമിൽ ജീവിച്ച ജീവിതത്തെയും ഭക്ഷിച്ച ഭക്ഷണപാനീയങ്ങളെയും പഴയ അനുഭവങ്ങളെയും ഒക്കെ ഓർത്ത് മരുഭൂമിയിൽ പിറുപിറുത്തു എന്ന് ദൈവവചനം വെളിവാക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. കർത്താവിൻ്റെ ശരീരമായ സഭയിൽ ഉള്ളവർ ആ ആത്മാവിനാൽ ഭരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഈ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന ദൈവജനത്തെ നമുക്ക് ഓർക്കാം. ഈ ആത്മാവിൽ നിന്ന് നമുക്ക് മോചനം ആവശ്യമാണ് സഹോദരി സഹോദരന്മാരെ.